നമസ്കാരം. തിരുവനന്തപുരത്ത് ഒരു ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ വി മുരളീധരൻ MLA പ്രവേശനോത്സവത്തിന് ചെന്ന് അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് മിഠായി വിതരണം ചെയ്തു. മിഠായി വിതരണം ചെയ്തപ്പോൾ ഡെസ്കിൽ ഇങ്ങനെ കവറിൽ ഇങ്ങനെ തട്ടി മിഠായി എല്ലാം കൂടി ഇട്ടു. അപ്പോൾ ഓരോ കുട്ടികൾ അവർക്കുള്ളത് ഇങ്ങനെ എടുക്കുമല്ലോ. ഇതിനു മുമ്പ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ ഒന്നിച്ച് ഡെസ്കിലേക്ക് വാരി വയ്ക്കും, അതാത് ഡെസ്കിൽ ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ വീതിച്ചെടുക്കും. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളായിരുന്നു. പക്ഷെ ശിവൻകുട്ടി അണ്ണന് ഇതങ്ങോട്ട് സഹിക്കുന്നില്ല. ഇതിൽ വർഗീയത കണ്ടുപിടിക്കാതെ അണ്ണന് വയ്യ. കയ്യിൽ മുട്ടായി കൊടുത്ത് അവരെ ലാളിക്കേണ്ടതിന് പകരം ഏതാണ്ട് കൊണ്ട് വാരി വിതറി കൊടുക്കുക, മേശപ്പുറത്ത് വാരി വിതറി കൊടുക്കുക, ഏതാണ്ട് അങ്ങോട്ട് വാരി വെതറി കൊടുക്കുക. ആ ആംഗ്യമൊക്കെ കണ്ട നമ്മൾ ഓർക്കും, അയ്യോ എങ്ങാണ്ട് പിള്ളേരുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞെന്ന്. ആ വി മുരളീധരൻ MLA അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഇവിടെ കഴക്കൂട്ടത്ത്. അവിടെ ഇഷ്ടം പോലെ എണ്ണം പറഞ്ഞ സ്കൂളുകൾ വേറെ ഉണ്ട്. അങ്ങേർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഒരു വേറെ വ്യത്യാസം ഉണ്ടല്ലേ, ട്രൈബൽ സ്കൂളിൽ പോകില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാതിരുന്നാൽ പോരെ. അവിടുത്തെ കുട്ടികൾക്ക് കയ്യിൽ ഒരു മിഠായി വെച്ച് കൊടുക്കുന്നതിൽ അദ്ദേഹം എന്തോ ഒരു സവർണ മേധാവിത്വം കാണിച്ചു എന്നൊക്കെയാണ് ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത്. കുട്ടികൾക്ക് കയ്യിൽ മിഠായി വെച്ച് കൊടുത്ത് അവരെ ലാളിച്ചില്ല എന്ന്. ശിവൻകുട്ടിയെണ്ണം പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് സ്കൂൾ തോറും നടന്ന് കുട്ടികളുടെയൊക്കെ വായിൽ മിഠായി പൊളിച്ചു വെച്ച് കൊടുക്കും. അവരത് നുണഞ്ഞിറക്കി കഴിയുന്നത് വരെ അവിടെ നിന്ന് വെള്ളം ഇറക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ശിവൻകുട്ടിയെണ്ണൻ. അതുകൊണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വർഗീയത എല്ലാത്തിലും കണ്ടുപിടിച്ച് ഒന്നും പറയാനില്ലല്ലോ. ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുകയാണ്, ചൊറിയും കുത്തി എവിടെ എന്ത് കണ്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച്. വല്ലാത്തൊരു കഷ്ടം. ഇവരെയൊക്കെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാകുകയാണ് കേട്ടോ നമുക്ക്. കാരണം ഇവരെന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരുന്നപ്പോൾ കുറച്ചും കൂടെ നമുക്ക് തൊല്ല കുറവായിരുന്നു. ഇവർ വെറുതെ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഡെസ്കിന്റെ പുറത്ത് മിഠായി വിതറിയത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. ഡെസ്കിന്റെ പുറത്ത് കയറി എന്നെ കൊണ്ട് എപ്പോഴും ആ ഡയലോഗ് പറയിപ്പിക്കരുത്, പറയാതിങ്ങനെ സമ്മതിക്കത്തില്ല. ഡെസ്കിന്റെ പുറത്ത് കയറി അങ്ങോട്ട് മുണ്ട് പൊക്കി ഉടുത്തോണ്ട് കവച്ച് ചാടാം. അത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ലേ മുന്നിലത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? എന്തിനാ ഇയാൾ അവിടെ പോയത്? പോകാതിരിക്കാൻ ഒഴിവാമായിരുന്നല്ലോ. അത് തന്നെ, അയാൾക്ക് ഒഴിവാകാമായിരുന്നല്ലോ. അയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നല്ലോ. അങ്ങനെ ഒരു സവർണ മേധാവിത്വ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യനത് മനസ്സിൽ പോലും വിചാരിച്ച് കാണത്തില്ല. ഞാൻ ആരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല. അങ്ങേരുടെ ഒരു കയ്യിൽ മൊബൈൽ ഫോണോ മൈക്കോ എന്തോ ഒരു സാധനം ഇരിക്കുകയാണ്. ഒരു കൈ കൊണ്ട് മാത്രമാണ്, ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ മേശപ്പുറത്ത്, ആ ഡെസ്കിന്റെ പുറത്തൊക്കെ മിഠായി തട്ടിയിടുന്നത്. കുട്ടികളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അടുത്തോട്ട് വരരുതെന്നൊന്നും കുട്ടികളോട് പറഞ്ഞൊന്നും ഇല്ലല്ലോ. എന്തിനാണ് ഈ അല്ലെങ്കിൽ തന്നെ ട്രൈബൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താ മാറ്റി നിർത്തേണ്ട കുട്ടികളാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ ശിവൻകുട്ടിയണ്ണ? ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ ഒരു വർത്തമാനം അണ്ണൻ്റെ വായൊന്നും വരത്തില്ലല്ലോ. വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെന്നായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഡെസ്കിന്റെ പുറത്ത് ഇങ്ങനെ മിഠായി വിതരണം ചെയ്തിരുന്നെങ്കിൽ അണ്ണൻ മിണ്ടാതിരുന്നേനല്ലോ. അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ നടന്നിരുന്നെങ്കിൽ അണ്ണൻ എല്ലാം അടക്കി പിടിച്ചേനെ. പക്ഷെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല, പുറത്ത് വന്നുപോയി. അയാൾ അദ്ദേഹം MLA എന്നുള്ളത് മാത്രമല്ല ആയുള്ളൂ. ആരെന്നാ ധരിച്ചിരിക്കുന്നത്? അയാൾ MLA എങ്കിലും ആണ്. നിങ്ങളിപ്പോ ആരാ? നിങ്ങൾ ആരാന്നോ നിങ്ങളുടെ വിചാരം? ഇപ്പൊ എല്ലാവരും അവരവര് നേരത്തെ ഇരുന്ന വകുപ്പിലോട്ട് അവരുടെയൊക്കെ നോട്ടം ഇപ്പോഴും അണ്ണന്റെ വിചാരം അണ്ണൻ മേയറുമാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമാണ്, MLA ആണ്, എല്ലാം ആണ് എന്നൊരു ചിന്തയാണ് ശിവൻകുട്ടി അണ്ണന്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കയറി അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങൾ വകുപ്പിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാലം ഇരിക്കാമായിരുന്നല്ലോ. അപ്പോഴൊന്നും ഒരു കാര്യവും ശ്രദ്ധിച്ചില്ല. ഇപ്പം മറ്റുള്ളവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലെന്ത് കുറ്റം കണ്ടുപിടിക്കാം, എന്ത് വിമർശിക്കാം, എങ്ങനെ TV-യിൽ പടം വരുത്താം എന്നതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നാണക്കേട് സ്വയം തോന്നുന്നില്ലേ? വില കുറയ്ക്കരുത്. എങ്ങനെ വില ഇല്ല എന്നാലും പറയാം, ഉള്ളതിൽ നിന്ന് കുറയ്ക്കാതെ. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ വേണ്ടി BJPക്ക് കഴിയൂ എന്നുള്ളതാണ്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ഒരാൾ പെരുമാറി എന്നുള്ള രീതിയിൽ അതൊരു വിവാദമാക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ എന്നുള്ളതാ വാസ്തവം. വേറെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ? വേറെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും അധികാരം കയ്യിൽ നിന്ന് പോയത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഭ്രാന്തിൽ നിങ്ങളിങ്ങനെ അലയുകയാണ്. ഇന്ന് രാജീവണ്ണൻ അദ്ദേഹം കളമശ്ശേരിയിൽ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഓപ്പൺ ജിം തുടങ്ങാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചായിരുന്നു. ഇപ്പൊ പുതിയ ആള് കയറിയ ആള് ജിം എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇന്നിപ്പോ പരിഭവമായിട്ട് ചെന്നിരിക്കുക, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അധികാരമുള്ള സമയത്ത് നിങ്ങളുടെയൊക്കെ വീട്ടിലോ ഓഫീസിലൊക്കെ വന്ന് കിടന്ന് നിങ്ങളെ അറിയിക്കാനുള്ളത് അറിയിക്കണം, നിങ്ങളെ ആനയിച്ചുകൊണ്ട് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു നാട്ടുകാരനാ.
നമ്മളെല്ലാവരും തുല്യരാണ്, മനസ്സിലായില്ലേ? അധികാരത്തിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ള ചിന്തയങ്ങ് മാറ്റ്. എന്നെ വിളിച്ചില്ലെന്ന്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അനുവദിച്ച പൈസയ്ക്കല്ലല്ലോ ജിം അവിടെ തുടങ്ങിയത്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിക്കാൻ. സർക്കാരിന്റെ ഖജനാവി കിടന്ന പൈസ അല്ല, നാട്ടുകാർ പിരിച്ച പൈസ നിങ്ങൾ അനുവദിച്ചു എന്ന് പറയുന്നു. എത്ര വർഷം കൊണ്ടായിരിക്കും, എത്ര നാളത്തെ മെനക്കേട് കൊണ്ടായിരിക്കും നിങ്ങൾ അത്രയും പൈസ അനുവദിച്ചത്? ആ നാട്ടുകാരുടെ എന്തൊരു ശാഠ്യം കൊണ്ടായിരിക്കും നിങ്ങളത് അനുവദിച്ചത്? അതവിടെ വന്നു, അത് നിങ്ങളെ വീട്ടിൽ വന്ന് വിളിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഇങ്ങനെ ഓരോന്നും ഓരോ മൂലയ്ക്ക് നിന്ന് ഡെയിലി പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ശിവൻകുട്ടിയണ്ണൻ ഇന്ന് ചെയ്തത് അങ്ങേ അറ്റത്തെ വലിയ തെറ്റാണ് ആ പിള്ളേരോട് ചെയ്തത്. കാരണം ആ പിള്ളേർക്ക് ഈ വാർത്ത കേൾക്കുമ്പോഴായിരിക്കും അവരും ചിന്തിക്കുന്നത്, അയ്യോ നമ്മളെന്താ വല്ല മാറ്റി നിർത്തപ്പെട്ട ആളുകളും ആണോ എന്നൊരു ചിന്ത. അങ്ങനെ ഒരു ചിന്ത ഏതെങ്കിലും ഒരു കുട്ടിയുടെ മനസ്സിൽ വന്നാൽ പോലും അതിന് ഉത്തരവാദി മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയണ്ണൻ തന്നെയാണ്. വെറുതെ അല്ല നിങ്ങളെ ആളുകൾ തോപ്പിച്ച് വീട്ടിലിരുത്തിയത്. വീട്ടിലിരുത്തിയാലും മനുഷ്യന് സമാധാനം തരത്തില്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ വായും വെച്ച് നിങ്ങൾ മിണ്ടാതിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ എന്താ? കട്ടൻ ചായ കുടിക്കണം, പരിപ്പുവട തിന്നണം, മഴ കാണണം, കിടന്ന് ചുരുണ്ട് ഉറങ്ങണം. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമം, പരിപൂർണ്ണ വിശ്രമം നാട്ടുകാർ അനുവദിച്ച് തന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്ക്. ദയവ് ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ.